റോസാപ്പൂവ് കാണാൻ മാത്രമല്ല കേട്ടോ, നല്ല ഉഗ്രൻ സാധനമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ജുവൽ ബേബീസ് വേൾഡിലെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോസ് ഫ്ലവർ മിൽക്ക്, അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ജുവൽ ബേബീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ ഈ റെസിപ്പിക്ക് ശേഷം റോസ് ഫ്ലവേഴ്സിന്റെ ഗുണങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. റോസ് ഫ്ലവേഴ്സ് നമുക്ക് തരുന്ന ഗുണങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന റോസാപ്പൂ വെച്ചിട്ടാണ് കേട്ടോ റോസ് ഫ്ലവർ മിൽക്ക് തയ്യാറാക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങുന്ന പൂക്കൾ ഒരിക്കലും ഉപയോഗിക്കരുത്. പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന റോസാപ്പൂക്കളിൽ നിറയെ വിഷം അടിച്ചിട്ടും അതുപോലെ വാടാതിരിക്കാനുള്ളത് പലതും അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് വെച്ച് ഉണ്ടാക്കരുത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന റോസാപ്പൂവ് അത് ഒരെണ്ണമാണെങ്കിലും കിട്ടിയാൽ അത് വാടാറാവുമ്പോൾ കളയാതെ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇവിടെ പകുതിയെ വാടി തുടങ്ങിയ റോസാ പൂക്കളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരെണ്ണം നല്ലതുപോലെ വാടി തുടങ്ങിയിട്ടുണ്ട്, ഒരെണ്ണം കുറച്ചേ വാടിയിട്ടുള്ളൂ. അങ്ങനെ 2 ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. റോസ് ഫ്ലവർ മിൽക്ക് ഇതിന് വളരെയേറെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങൾ എല്ലാം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് റെസിപ്പി കാണാനായിരിക്കും എല്ലാവരും നോക്കിയിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞിട്ട് ബാക്കി ഗുണങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ആസ്മ, അതിസാരം, രക്തസമ്മർദ്ദം, ബ്രോങ്കൈറ്റിസ്, കുടൽ അൾസർ, മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ഇതിനെല്ലാം നല്ലതാണ് റോസ് ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ഈ മിൽക്കാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ടുള്ള ടീ കുടിക്കുകയാണെങ്കിലും ശരി, ഇത്രയും ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി റോസ് ഫ്ലവർ മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞു, ബാക്കി ഗുണങ്ങളെല്ലാം വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് റോസ് പെറ്റൽസ് ഇടാം. ഈ റോസ് പെറ്റൽസ് ഇട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം കേട്ടോ. അതായത് 1 ഗ്ലാസ് വെള്ളം എടുത്തത് നമ്മൾ വറ്റിച്ച് 1/2 ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോഴത്തേക്കും ആ റോസ് ഫ്ലവറിലെ എല്ലാ കളേഴ്സും ഗുണങ്ങളും എല്ലാം ഈ വെള്ളത്തിലേക്ക് കിട്ടും. കണ്ടോ, റോസ് ഫ്ലവേഴ്സിൻ്റെ ആ കളറ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ റോസ് ഫ്ലവർ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള റോസാണ് കേട്ടോ, അതുകൊണ്ട് നല്ല കളർ കിട്ടില്ല. നമ്മുടെ റെഡ് റോസ്, നല്ല റെഡ് ആയിട്ടുള്ള റോസ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ വെള്ളത്തിന് പോലും നല്ല കളറായിരിക്കും. അപ്പോൾ തിളയ്ക്കും തോറും പൂക്കളുടെ കളറ് മങ്ങി അതെല്ലാം വെള്ളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ഇനി നമുക്ക് ഒരു പകുതിയായി കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് അരിച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഏകദേശം ഒരു പകുതി ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ട്. അതിന് നല്ല റോസ് കളർ കിട്ടിയിട്ടില്ല കേട്ടോ, ഈ റോസിൻ്റെ കളർ ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നല്ല റോസ് കളർ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നല്ല റോസിൻ്റെ കളർ കിട്ടാനായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള റെഡ് റോസ് ഇടുവാണെങ്കിൽ നമുക്ക് നല്ല കളർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ് വാട്ടർ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് റോസ് ഫ്ലവർ മിൽക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ്, മിൽക്ക് മെയ്ഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ റോസ് വാട്ടറുമാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ. അഥവാ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. അതിലും നല്ലത് തേനാണ്, തേൻ ഉപയോഗിച്ചാലും മതി. അപ്പോൾ തേൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. തേനാണ് അത്യുത്തമം. ഇനി മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. മിൽക്ക് മെയ്ഡ് ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും പഞ്ചസാരയേക്കാളും. അപ്പോൾ കുറച്ചും കൂടെ ഒരു കട്ടിയായിട്ടുള്ളൊരു ക്രീമി ആയിട്ടുള്ള നമുക്കൊരു മിൽക്ക് ജ്യൂസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ഒരു വലിയ സ്പൂൺ ഒരു മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ റോസ് ഫ്ലവറിന് കുറച്ച് കളർ കുറവാണല്ലോ, അതുകൊണ്ട് കുറച്ച് കളർ കിട്ടാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയാണ്. അപ്പോൾ ചെറി ഇല്ലാത്തവർ അത് ചേർക്കണ്ട കേട്ടോ, ഇത് ഓപ്ഷണലാണ്. ഞാൻ ചെറിയ ഉള്ളത് കൊണ്ട് ചേർത്തെന്ന് മാത്രം. കുറച്ചും കൂടെ ഈ ഒരു
മിൽക്ക് ജ്യൂസിന് കുറച്ചും കൂടെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതുമാത്രമല്ല ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറി ചേർക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർക്കട്ടോ, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. എന്താ മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ചെറിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുവാണെങ്കിൽ അതും നല്ല ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാനും കൂടെ കിട്ടും ജ്യൂസിൽ. നല്ല ഫ്ലേവറാണ് വരുന്നത്. ആ റോസിൻ്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു സ്മെല്ല് നമുക്കിത് ഒഴിക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. ഇനി ഇത് പതിയെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ റോസ് ഫ്ലവർ മിൽക്ക്. ഇതിൻ്റെ സ്മെല്ലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നല്ല ടേസ്റ്റാണ്, അത് വേറെ കാര്യം. അല്ലാതെ ഇതിൻ്റെ ആ സ്മെല്ലാണ്, ആ റോസിൻ്റെ നല്ല സ്മെല്ലാണ് നമുക്ക് ഇത് കുടിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ റോസ് ഫ്ലവർ മിൽക്ക് റെഡി ആയി കഴിഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ അറിയണം എന്നുള്ളവർ ഇതാ കേട്ടോളൂ. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ദഹനത്തിന് വളരെ നല്ലതാണിത്. അതുമാത്രമല്ല ശരീരഭാരം കുറയ്ക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. പക്ഷേ വർക്കൗട്ട് ചെയ്യുകയും ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യുന്നതിന് പുറമെ ശരിയായ ഭക്ഷണ രീതി കൂടി ശരീരഭാരം നിയന്ത്രിക്കാൻ നല്ലതാണ്. ഈ റോസ് ടീ അല്ലെങ്കിൽ റോസ് വെച്ചിട്ടുള്ള ഡ്രിങ്ക്സ് വളരെ നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നതിന്. പിന്നെ റോസ് ടീയുടെ അല്ലെങ്കിൽ റോസ് ഡ്രിങ്കിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് രുചി മുകുളങ്ങളെ സന്തോഷത്തോടു കൂടി നിലനിർത്താനായിട്ട് അവയ്ക്ക് കഴിയും എന്നുള്ളതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന സുഗന്ധം, റോസിൽ അടങ്ങിയിരിക്കുന്ന സുഗന്ധം സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട്, നമ്മുടെ മാനസിക അവസ്ഥയെ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട്, മാനസിക പ്രശ്നങ്ങളെ, മാനസിക സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനായിട്ട് നല്ലതാണിത്. പിന്നെ വേറൊന്ന്, ഇതിൽ റോസ് ടീ കഴിക്കുകയാണെങ്കിൽ പോലും റോസ് ടീയിൽ കഫീൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉപാപചയ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട്, ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഇതിന് കഴിയും. പിന്നെ മറ്റൊന്ന്, ദഹനത്തിന് വളരെ നല്ലതാണ് റോസ് ഫ്ലവർ അടങ്ങിയിട്ടുള്ള വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ റോസ് ടീ, റോസ് ഡ്രിങ്ക്സ്. ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയാണ് ഈ റോസ് ഫ്ലവർ മിൽക്ക് പ്രദാനം ചെയ്യുന്നത്. അതുമാത്രമല്ല രോഗപ്രതിരോധ ശേഷി ശക്തമാക്കാനായിട്ടും രോഗങ്ങളെ അകറ്റി നിർത്താനും റോസ് ടീ അല്ലെങ്കിൽ റോസ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക്സിന് കഴിയും. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആരോഗ്യം ശക്തിപ്പെടുത്തുന്നതോടുകൂടെ മികച്ച രൂപമാറ്റം, നമ്മുടെ വണ്ണമൊക്കെ കുറഞ്ഞ് നല്ല നിയന്ത്രിക്കപ്പെടാനായിട്ട് നല്ലതാണ് ഈ റോസ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക്സ്. റോസ് ഡ്രിങ്ക് അല്ലെങ്കിൽ റോസ് ടീ ഡയൂറിറ്റിക് ആണ്. ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനായിട്ട് ഇത് സഹായിക്കും. അതുമൂലം ശരീരഭാരം നിയന്ത്രിക്കാനും എളുപ്പമാകുമെന്നാണ് പറയുന്നത്. റോസ് ഫ്ലവറിൻ്റെ സുഗന്ധം മാത്രമല്ല അതിൻ്റെ ഗുണങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ റോസ് ടീയും ഉണ്ടാക്കാം. റോസ് ടീയുടെ റെസിപ്പി ഞാൻ പുറകെ ഇടുന്നതായിരിക്കും അടുത്ത റോസ് ഫ്ലവർ ഉണ്ടാകുമ്പോൾ. റോസ് ഫ്ലവർ മിൽക്ക് തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുമല്ലോ. അഭിപ്രായം പറയാനും മറക്കണ്ട. കൊഴിഞ്ഞു പോകുന്ന പൂക്കളാണ്, പക്ഷേ അത് വളരെയേറെ ഗുണം നമ്മുടെ ശരീരത്തിന് തരുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിലെല്ലാം തന്നെ റോസാപ്പൂക്കളുണ്ട്. അപ്പോൾ അത് വെച്ച് കളയാതെ നമുക്ക് ഇതുപോലെ റോസ് മിൽക്ക് കഴിക്കാം. റോസ് ഫ്ലവർ മിൽക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ, ജ്വൽ ബേബീസ് വേൾഡ്. അപ്പോൾ വീണ്ടും കിടിലൻ റെസിപ്പീസുമായിട്ട് നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.